കോഴിക്കോട് പുതുപ്പാടിയിലെ ഗിരീഷിനും ഭാര്യ ബിന്ദുവിനും 10 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതീക്ഷയോടെ നാളുകൾ കാത്തിരുന്ന ഈ ദമ്പതികൾക്ക് പക്ഷേ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ സമ്മാനിച്ചത് തീരാ കണ്ണീരാണ്. 4 മാസം മുൻപ് പ്രസവത്തിനായി എത്തിയ ബിന്ദുവിനെ ഡോക്ടറില്ലെന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിച്ചു. ആ സമയം കുഞ്ഞ് പകുതി പുറത്തു വന്നിരുന്നു. അധികൃതരുടെ അനാസ്ഥ കാരണം 4 മാസത്തിലേറെ ചികിത്സയിലായിരുന്ന കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പുതുപ്പാടി ഈങ്ങാപ്പുഴ കോരങ്ങലിൽ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബിന്ദു ഗർഭിണിയായത്. പ്രസവ വേദനയെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 4-ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് ആശുപത്രി അധികൃതർ ഇവരെ അറിയിച്ചത്. കുഞ്ഞ് പുറത്തുവരുന്ന ലക്ഷണം കണ്ടതോടെ അടിപ്പാവാട വലിച്ചുമുറുക്കി കെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചുവെന്നും ഇവർ പറയുന്നു. കുട്ടി താഴോട്ട് ഇറങ്ങി, ഒരു കുട്ടീൻ്റെ നടുവാണ് പുറത്തേക്ക് വരുന്നതെന്ന് അവർ പറഞ്ഞത്. കുട്ടീൻ്റെ പകുതി ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ അവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ കുട്ടീനെ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി വെച്ചിട്ട് ഞാൻ അടിയിൽ കൊടുത്ത പാവാട അത് അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സാകുമ്പോഴൊക്കെ സ്ത്രീകൾ ഉടുക്കുന്ന മാതിരി അവരത് വലിച്ചു കെട്ടി ഉടുത്ത് ടൈറ്റാക്കി വെച്ചിട്ട് എന്നോട് പറഞ്ഞു പുഷ് ചെയ്യരുത്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പം ഞാൻ നിങ്ങളിത് അഴിക്കി, എനിക്ക് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളിത് അഴിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് അയക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെക്കായിട്ട് 15 മിനിറ്റിൻ്റെ വ്യത്യാസം ഡോക്ടർമാർ പറഞ്ഞപ്പോഴായിരുന്നു. എൻ്റെ കുഞ്ഞ് 4 മാസം വെന്റിലേറ്റർ ഇന്നലെ 2:45 എൻ്റെ കുട്ടി മരണപ്പെട്ട്. ഞാൻ ആരോടോ പറയുന്ന എൻ്റെ വിഷം ഒരുപാട് പരാതി ഞാൻ കൊടുത്ത്. പ്രസവ സമയത്ത് ശ്വാസം കിട്ടാതെ മസ്തിഷ്ക ക്ഷതം സംഭവിച്ച് അബോധാവസ്ഥയിലായിരുന്ന കുഞ്ഞ് 4 മാസമായി വെന്റിലേറ്ററിലായിരുന്നു. നേരത്തെ നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണെന്നും താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥ കാരണമാണ് കുഞ്ഞ് മരിച്ചതെന്നുമാണ് ആരോപണം. താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും താമരശ്ശേരി DYSPയ്ക്കും ഇവർ പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. 4 മാസത്തെ ആശുപത്രിവാസം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ വീടിന്റെ വാടക കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനാൽ വീടൊഴിയാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നീതിക്കായി കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്നും ഇവർ പറയുന്നു. ന്യൂസ് 18 താമരശ്ശേരി.